നമുക്ക് ചൂടാണേ ആ തീ. നോക്കാം. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഭക്ഷണം കൂടുതലും ഇവിടുന്ന് തന്നെയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ മേടിച്ച സാധനങ്ങൾ വഴിയിലിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ്. ഹലോ, അങ്ങനെ ഒരു വ്യത്യസ്തമായ യാത്രയാണ് ഇത്തവണ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ വഴിയിൽ ഭക്ഷണമായിരുന്നു. ഇപ്പോൾ നമ്മൾ ലഞ്ച് ഉണ്ടാക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഷെഫ്, നമ്മുടെ കൂടെയുള്ള ലിബിൻ ഒരു ഒഫീഷ്യൽ ഷെഫ് തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രഞ്ജിത്തും ലിബിനും കൂടിയാണ് ഇപ്പോൾ ലഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് തുടങ്ങാം. പിന്നെ ഇതെല്ലാം കഴിച്ചു തീർക്കാൻ ഒരാളുണ്ട്. ഇതെല്ലാം കഴിച്ചു തീർക്കാൻ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിപ്പോണ്ട് എളുപ്പം. അപ്പോൾ ലിബിന, ഇതെന്താ സംഭവം? ഇത് നമുക്ക് നാടൻ കോഴിക്കറി. നാടൻ കോഴിക്കറിയും കപ്പയും. ലിബിനിപ്പോൾ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിക്കനും കപ്പ വെള്ളത്തിലും കിടപ്പുണ്ട് പൊളിച്ചിട്ടത്. നമ്മളിപ്പം മാനന്തവാടിയിൽ നമുക്ക് ഇവിടെ വഴിയരിയിൽ ഇവിടെ ഒരു വീടിൻ്റെ സൈഡിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത്. ആ വീട്ടിലെ ചേട്ടൻ നമ്മൾക്ക് കുക്ക് ചെയ്യാനായിട്ട് പെർമിഷൻ തന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ നമ്മൾ ഈ കാട്ടിക്കുളം ഏരിയയിൽ കൂടെ നമ്മൾ കടന്നു വന്ന സമയത്തല്ല അവിടെയൊന്നും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം വനത്തിൻ്റെ ഏരിയ ആണ്. ഫോറസ്റ്റുകാർ നമ്മളെ പിടിച്ചകത്തിടും. അത് കാരണം അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം നമ്മളൊരു വീടിൻ്റെ ഭാഗത്താണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്ഥലവും വളരെ മനോഹരമായ സ്ഥലവും നല്ല അടിപൊളി കാറ്റും ഒക്കെയാണ്. വഴിയരികിൽ തന്നെയാണ്. ഒരല്പം താഴോട്ടിറങ്ങിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് റോഡ്. അതാണ് ആ ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് റോഡ്. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നമ്മുടെ വണ്ടി ഇറക്കി ഇവിടെയാണ് നമുക്ക് നമ്മുടെ കുക്കിംഗ് നടക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഏതായാലും ഈ വീട്ടിലെ സഹോദരൻ നമുക്ക് ചെയ്തു വിട്ടു തന്നിരിക്കുന്നത് കുറച്ച് നേരത്തേക്ക്. ഈ ഗ്യാസ് കുറ്റിയും നമ്മൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിരുന്നു. ഗ്യാസ് കുറ്റിയും പാത്രങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നു. അടുത്ത സാധനം റെഡിയാവുന്നു. കപ്പയും മുട്ടയും. മുട്ട അനിപ്പിഴി. ഇതെന്താ ലിബിന ഉണ്ടാക്കുന്നത്? ഇത് നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ. അപ്പോൾ അതിനകത്ത് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്ന ഒരു ചെറിയൊരു പുളി സ്വാദിന് വേണ്ടിയിട്ടാണ്. വേറെന്തൊക്കെയാണ്? വേറെ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കുരുമുളക്, വേറെ ഒന്നുമില്ല. എനിക്കൊരു ഗുണമുണ്ട്. എനിക്കിതെല്ലാം തിന്നാനല്ലാതെ ഈ സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു കാര്യം അറിയും. ഇത്രേ ഉള്ളൂ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇച്ചിരി ഗരം മസാല. നമ്മുടെ രീതിയിൽ വറുത്ത് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റ് ആയി. വേറെ അധികം ഒരു സാധനവും ചേർക്കേണ്ട. അത് നമ്മൾ മേടിച്ചാണോ നിങ്ങൾ വീട്ടിലുണ്ടാക്കണോ? ഇത് നമ്മളെ മേടിച്ചാണ്. ഏതായാലും അടിപൊളി. നമുക്കായാലും തുടങ്ങിയേക്കാം ഇപ്പത്തിന് എളുപ്പത്തിന്. എന്താ പരിപാടി? ഒരു മുട്ട പൊളിച്ചേക്കാന്ന് വിചാരിക്കും. മുട്ടവളി എല്ലാം റെഡിയാവട്ടെ. നമ്മൾ 11:30 ആയപ്പോൾ ഇവിടെ എത്തിയേ. ഇപ്പം മണി 12 നിങ്ങൾ ഈ പോയിട്ട് അടിച്ചോട്ട് തിന്നാൽ മതിയോ? നിങ്ങളും വലിയ 2 മുട്ടയൊക്കെ പൊളിച്ചേ. ഇല്ല, എനിക്ക് തിന്നാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഭക്ഷണം ഇവിടെ വന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് പിന്നെ കുക്ക് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ വീട്ടിൽ അടുക്കള കയറാറില്ല. അപ്പോൾ
നിങ്ങൾ എന്നെ വെള്ളത്തിലാക്കാരുടെ ഉദ്ദേശം? ദമ്മ് പൊട്ടിക്കുന്നത്. ദമ്മൊക്കെ ഇട്ടാണോ? അന്നേരം മാവ് തന്നെ ദമ്മ്. മാവൊന്നും വേണ്ടല്ലോ. നമ്മൾ പറഞ്ഞ സാധനം കിട്ടും. മുട്ടടൈ എന്ന് ഇവിടെ ഇതന്നെ സംഭവം. ഇത് നമുക്ക് നെയ്ച്ചോറ്, നെയ്യും തുണിയിലിട്ട് സോട്ട് ചെയ്യുന്നു. നെയ്ക്കകത്ത് ഇത് കഴുകിയിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇടും. ഇന്ന് കുശാലാണ് മൊത്തം. മഴ ഒളിക്ക് മോനെ. കപ്പക്കറി റെഡി ആവുന്നേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ കൊതിയാവുന്നു. അയ്യ മോനെ, അയ്യ, ഓ ചൂടാണ്. ഇതിപ്പോൾ നമുക്ക് കപ്പ വേവിച്ചതാണ്. കപ്പക്കറി ആക്കുക. കപ്പ വേവിച്ചത് പോലെ ആക്കുവാണ്. നമുക്ക് തേങ്ങായും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കാനായിട്ട് നിർവാഹമില്ലാതെ കാരണം ചുമ്മാ ഇത് കുത്തി ഉടച്ചെടുക്കുകയാണ്. കപ്പ വേവിച്ചതുപോലെ, നമ്മുടെ നാടൻ കപ്പ വേവിച്ചതുപോലെ തന്നെ കപ്പക്കറി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അടിപൊളി. നല്ല സൂപ്പറായിട്ട് വെന്ത കപ്പയാണ്. നല്ല സൂപ്പർ കപ്പയാണ്. അത് മതി, അല്ലെങ്കിൽ പശയായിട്ടിരിക്കും. കഴുകി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് നമുക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഇനി എന്നാ ചെയ്യും? ഇത് അടച്ചു വെക്കും. ഇനി ഇത് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദമ്മിൽ ഇടാനായിട്ട്, ദം ചെയ്യുന്നത് ശരിക്കും തവയിലാണ് വെക്കേണ്ടത്. തവയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇത് അടച്ച് സ്ലോ ഫയർ തന്നെ ഒരു 20 മിനിറ്റോളം വെക്കും. അപ്പോൾ തന്നെ നമുക്ക് ദം ചെയ്യുന്നതിനൊപ്പം തന്നെ അത് റെഡിയാകും. നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതിന് ശേഷം പൊട്ടിക്കുന്ന ഇത് കാണിക്കാം. ദം ചെയ്ത് അതേ ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. വെടിക്കട്ടെ, ഫ്ലെയിമാ കേട്ടോ. ഭയങ്കര കാറ്റും ആ തീ. ഇത്ര ഫ്ലെയിം ഇല്ലായിരുന്നു കണ്ടല്ലോ. ആ തീ പണ്ടേ കെട്ടുപോയത്. നമുക്ക് ചിക്കൻ വറക്കാം. ചിക്കൻ ഓയിൽ ചൂടായിരിക്കുകയാണ്. കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡിയായി. അത് പൊട്ടിക്കാനായിട്ട് നമ്മൾ തയ്യാറായി. നമ്മുടെ ബിരിയാണി ഗീ റൈസ് ദം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊട്ടിച്ച് നോക്കാം. അടിപൊളി മോനെ, തകർത്തു. ഒരു അല്പം ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. നമുക്ക് ഇനി അല്പം ഗീ റൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. എങ്ങനെയുണ്ട് ജൂയി? എങ്ങനെയുണ്ട്? പറ. ക്ലാസ്. കഴിച്ചു അപ്പോൾ ചിക്കനും റെഡി. ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇനി നമ്മൾ വിളമ്പി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം എല്ലാം റെഡിയാണ്. നമ്മൾ നിങ്ങളുടെ അനുവാദത്തോടുകൂടി കഴിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. മൂക്കുപൊട്ട തിന്നിട്ട് കണ്ണ് കാണാൻ മേലാത്തതിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ. ഏതായാലും വയറ് നിറഞ്ഞു. ഇനി അല്പനേരം വിശ്രമിക്കണം. നമ്മൾ റൂമിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മൂവി ട്രാവൽ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.